മറ്റുള്ളവരെ വിശ്വാസങ്ങളെ പുച്ഛത്തോടു കൂടി നോക്കുന്നവരാണ് ഞങ്ങൾ പുച്ഛത്തോടു കൂടിയല്ല നോക്കുന്നതെന്നൊക്കെ പറയും, പക്ഷേ പുച്ഛത്തോടു കൂടിയാണ് നോക്കുന്നത്. രാജ്യസ്നേഹികളായി നിൽക്കുന്ന, രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളായ ക്രിസ്ത്യാനികളാണെങ്കിലും അവരുടെ ഇടയിൽ പതുക്കെ മോഡിക്ക് സ്വാധീനം കൊടുക്കും. കാരണം ഈ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഈ മൈനോറിറ്റീസ് കൂടെ വേണം. ഇന്ത്യൻ മൈനോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണക്കാർക്ക്, രാഷ്ട്രീയക്കാർക്കെല്ലാം പോകുന്നത്, അവർക്ക് ഈ പറയുന്ന ദേശത്തോട് തന്നെയാണ് കൂടുതലുള്ളത്. രാഷ്ട്രീയക്കാരാണ് അവർ വഴിതെറ്റിക്കുന്നത്. അവർക്ക് കൂടുതൽ ഈ ദേശത്തോടൊന്നല്ല, അപ്പനെയാണ്. അംബേദ്കർ സത്യത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആളാണ്. നിങ്ങൾ ഈ കാണുന്നൊന്നല്ല. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അദ്ദേഹം ഏറെ വിമർശന വിധേയനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിന് ഒരു മാറ്റം വരികയാണോ സമീപകാലത്ത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിനുള്ള ഒരു സ്വാധീനത്തെക്കുറിച്ചും ഒക്കെ തന്നെ റിപ്പോർട്ടിൽ വളരെ ആഴത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് മോദി വളരെയേറെ വിമർശിക്കപ്പെടുന്ന നേതാവ് അല്ലാതായിരിക്കുകയാണ്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിലും ആ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. പരിശോധിക്കുകയാണ് നമ്മൾ ഇന്ന് ഈ വിഷയം. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈ ഒരു വിഷയത്തിൽ എന്താണ് ഫക്രുദ്ദീൻ അലിയുടെ നിരീക്ഷണം? അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 12 വർഷമായി പ്രധാനമന്ത്രിയായി തുടരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡറായി അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുകയാണ്, ഇന്ത്യക്കകത്തും അന്തർദേശീയമായും. അപ്പോഴും ന്യൂനപക്ഷങ്ങൾ അദ്ദേഹത്തെ സംശയത്തോടെ നോക്കിയിരുന്ന, അല്ലെങ്കിൽ BJPയെ സംശയത്തോടെ നോക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അതിനുശേഷം അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് പലരും പറയുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങൾ അദ്ദേഹത്തെ സംശയത്തോട് നോക്കിയതിൽ ന്യൂനപക്ഷങ്ങളെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ആ കാലഘട്ടത്തിൽ RSS BJPയുടെ പപ്പാനെ ആൻറ്റി മൈനോറിറ്റി ആയിരുന്നു, എസ്പെഷ്യലി ആൻറ്റി മുസ്ലിം ആയിരുന്നു. അത് സത്യമാണ്. അബദീൻ മഷീദ് പ്രശ്നം തീരുന്നവരെ അതിശക്തമായ മുസ്ലിം വിരുദ്ധത പറഞ്ഞിരുന്നു RSS, അത് പറഞ്ഞിരുന്നു BJP, അത് പറഞ്ഞിരുന്നു മോഡി. സത്യമാണ്. പിന്നെ ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള സംശയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീൽ വന്നത്. അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ മോഡി ശ്രമിച്ചിട്ടില്ല, RSS BJP ആ കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ അവർ കംഫർട്ടബിൾ ആയതിനു ശേഷമാണ് അവരുടെ ശരിയായ മുഖം അവർ കാണിക്കുന്നത്. പക്ഷെ അന്നേ നമുക്കൊക്കെ അറിയായിരുന്നു ഇത് ഈ മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത എന്ന ആഭരണം മാത്രമാണ്, ഒരു മറ മാത്രമാണ്. അത് ഹിന്ദുക്കൾ ഒരുമിപ്പിക്കാനുള്ളൊരു മറയാണ്. കാരണം ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ 4 ഈഴവെന്ന് തന്നെ അടിക്കുമല്ലോ, അത് നിങ്ങളെ യോജിപ്പിക്കണ ശത്രുവിനെയാണ്. അങ്ങനെയാണ് പണ്ട് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരെ ശത്രുവായി കാണിച്ചു, എല്ലാവരും ഒരുമിച്ചു. അതിനുശേഷം BJPക്കാർ മുസ്ലിംസിന് ശത്രുവായി കാണിച്ചു. ഇപ്പോൾ തന്നെ BJPക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം രാജ്യം അവരുടെ കയ്യിലാണ്. അപ്പോൾ അവിടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എങ്കിൽ പോലും കേരളം, കേരളം, ആന്ധ്ര, തെലങ്കാന, കർണാടക, ഈ 3 സ്റ്റേറ്റ്സിൽ അവർ സ്ട്രോങ് ആണ്. മാത്രമല്ല പോണ്ടിച്ചേരിയിൽ അവർ പിന്നെ സഖ്യകക്ഷിയാണ്, ഭരണസഖ്യത്തിലാണ് അവരുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇനി ആ ഒരു മൂടുപടത്തിൻ്റെ ആവശ്യമില്ല. ഹിന്ദുക്കൾ ഏതാണ്ട് അവർ പൊതുവിഷയങ്ങളോർത്ത് ഹിന്ദുക്കൾ അവർക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ഒരു 4 യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയുള്ള പോപ്പുലേഷൻ മുസ്ലിങ്ങളുടേതുണ്ട്. ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ പോപ്പുലേഷൻ ക്രിസ്ത്യാനികളുടേതായിട്ടുണ്ട്. ശരിക്കും ക്രിസ്ത്യാനികളുടെ ശരിക്കുള്ള സെൻസസ് എടുത്തു കഴിഞ്ഞാൽ അതേതാണ്ട് കഴിഞ്ഞ സ്ഥലം പറഞ്ഞു, സെൻകുമാർ സാമറ്റ പറയുന്നത് കേട്ടു, ഏതാണ്ട് 8 കോടിയോളം വരും ഈ യുവാഞ്ചലിസ്റ്റുകൾ ഉള്ളിൽ നടത്തിയ പുറത്താണ്. അപ്പം ഇതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല ഹിന്ദുക്കൾക്കൊരിക്കലും ഹിന്ദു മതത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളെ ഈ എബ്രഹാമിക് റിലിജിയൻ പോലെ അല്ല. ഹിന്ദുക്കളിൽ പോയി ഞങ്ങളാണ് അവസാന വാക്കെന്ന് ഹിന്ദുക്കൾ ഒരിക്കലും പറയാറില്ല. ഞങ്ങൾ 3 മതക്കാരും, ക്രിസ്തു മതക്കാർ, മുസ്ലിങ്ങൾ, ജൂതന്മാർ, ഞങ്ങളാണ് അവസാന വാക്ക്. നമ്മുടെ ദൈവം മാത്രമാണ് ദൈവം, ബാക്കിയൊന്നും ദൈവമല്ല എന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങൾ. മറ്റുള്ളവരെ വിശ്വാസങ്ങളെ പുച്ഛത്തോടു കൂടി നോക്കുന്നവരാണ് ഞങ്ങൾ പുച്ഛത്തോടു കൂടിയല്ല നോക്കുന്നതെന്നൊക്കെ പറയും, പക്ഷേ പുച്ഛത്തോടു കൂടിയാണ് നോക്കുന്നത്. വിഗ്രഹ ആരാധന ഏറ്റവും വലിയ തെറ്റല്ലേ ഈ മതങ്ങളനുസരിച്ച്. അപ്പം പുച്ഛമല്ലേ അതിൻ്റെ ബാക്കി പത്തും, അത് ബേസിക്കിനായി. പക്ഷേ ഹിന്ദുക്കൾക്ക് അങ്ങനെ സ്വഭാവമല്ലല്ലോ. ഹിന്ദുക്കൾ മുസ്ലിങ്ങളെയും ബഹുമാനത്തോടു കൂടി നോക്കും, ക്രിസ്ത്യാനികളെയും ബഹുമാനത്തോടു കൂടി അവരുടെ പരിപാടി പങ്കെടുക്കും, ജൂതന്മാരെയും ബഹുമാനത്തോടു കൂടി. അതാണ് ഹിന്ദുക്കളുടെ രീതി. അപ്പം വൺസ് RSS അങ്ങനെ ആയതിനു ശേഷം ഇപ്പം മോഡി കൺസോൾട്ടേറ്റ് ചെയ്തതിന് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ശ്രമിക്കുന്നത് ഈ പറയുന്ന ഈ ശരിയായ മുഖം ന്യൂനപക്ഷങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളെ
ഒരു ഞങ്ങൾ നിങ്ങളുടെ കാരണവശാലും ശത്രുക്കളല്ല ദ്രോഹിക്കാൻ. ശത്രുക്കളല്ല എന്നുള്ളൊരു. പക്ഷെ എൻ്റെ പ്രശ്നം വെച്ചാൽ അന്ന് പഴയ ഒരു ബാക്ക്ലോഗ് ആളുകൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പേടി. ഓക്കെ. ഗുജറാത്ത് കലാപം, ബോംബെ കലാപം, കോയമ്പത്തൂർ കലാപം, തലശ്ശേരി കലാപമൊക്കെ നിങ്ങൾ അന്വേഷിച്ച് പോയാൽ മൊത്തം വിഷയം ഉൾട്ടയാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ അത് ആ വിഷയം നന്നായി പഠിച്ച ആളുകളെ വിളിച്ച് നന്നായി വിളിച്ച് സംസാരിച്ചാൽ ഞാൻ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തലശ്ശേരി കലാപമായിട്ട് ബന്ധപ്പെട്ട് വരും. അതെ, ഇപ്പോഴും വരുന്നുണ്ടല്ലോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ തന്നെ. അത് ഉൾട്ടടിക്കും. നിങ്ങൾ ഇതുവരെ കേട്ട മൊത്തം ഉൾട്ടടിക്കും. അപ്പം അങ്ങനെയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ തലശ്ശേരി കലാപവും അന്ന് വലിയ രീതിയിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള മാറ്റത്തിന് വഴിവെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് ആ ഒരു സംഭവം കൃത്യമായ രീതിയിൽ ആൾക്കാരിലേക്ക് ആസൂത്രണം ചെയ്ത പോലെ നടപ്പിലാക്കപ്പെട്ടില്ല. ആസൂത്രണം ചെയ്യപ്പെട്ട വേറെ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ രീതിയിൽ നടപ്പിലാക്കാൻ അജിത് ഡോവൽ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ ചിലർ അന്നേ സമ്പന്നരാകുകയായിരുന്നു. പിന്നെ യൂസഫ് അലി സാവൊന്നും ആയിരുന്നില്ല, ആദ്യം രവി പിള്ളയൊന്നും ആയിരുന്നില്ല. വേറെ കണ്ണൂരിലുള്ള ചില ആളുകൾ കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നരാകുകയായിരുന്നു. കൂടുതൽ ഞാൻ പറയുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അത് ഉദ്ദേശ രീതിയിലാണ്. അജിത് ഡോവൽ നടുവിൽ വന്നുകൊണ്ട് നടന്നില്ല. ഓക്കെ, അത്രയും മനസ്സിലാക്കിയത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത് ഒരു ബാക്ക്ലോഗ് ആയിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, പ്രത്യേകം മുസ്ലിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ കൺവേർഷൻ, അത് സിറിയൻ ക്രിസ്ത്യാനിക്ക് ആ ഒരു പ്രശ്നമില്ല, ബാക്കിയുള്ള ആളുകൾ കൺവേർഷൻ നടത്തുന്നവർക്ക് പ്രശ്നമായിരുന്നു. അപ്പോൾ കൺവേർഷൻ സമ്മതിക്കില്ല എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതാണ് അവരുടെ ഒരു പ്രശ്നമായിരുന്നു. അതിപ്പോഴും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അതിൽ ഇവാഞ്ചലിസ്റ്റുകളെ കൂട്ടണ്ട. ഈ പറയുന്ന നമ്മളെ ചർച്ച ഉണ്ടല്ലോ, കേരളത്തിലുള്ള ചർച്ചകൾ, അതായത് സിറിയൻ കത്തോലിക് ചർച്ച്, ഇങ്ങനെയുള്ള ഓർത്തഡോക്സ് ചർച്ച്, യാക്കോബായ ചർച്ച്, ഇങ്ങനെയുള്ള ചർച്ചകളിൽ അങ്ങനെ ഒരു പ്രശ്നം അവർക്ക് BJP-നോടില്ല. പക്ഷേ ഇവാഞ്ചലിസ്റ്റുകൾക്ക് അവരുടെ പ്രശ്നം ഈ വിദേശ നാണയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് പക്ഷേ അവർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ വിദേശ നാണയം ഉപയോഗിച്ച് ഇവാഞ്ചലിസ്റ്റുകൾ പലപ്പോഴും അതാണ് ഉപയോഗിച്ചിട്ടാണ് അവിടെ കൺവേർഷൻ നടത്തുന്നത്. മാത്രമല്ല അവിടെ ഇതിൻ്റെ പിന്നിൽ മാവോയിസ്റ്റ് ലിങ്ക് കൂടി ഉണ്ട്. മാവോയിസ്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുക, മാവോയിസ്റ്റുകൾ അവിടെ ഇവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അങ്ങനെ പരസ്പര സഹായ സംഘടനയുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതാണ് പ്രശ്നം. അതിന് കേരളത്തിലെ ചർച്ചന് വരുന്ന പൈസ കൊണ്ടല്ല ഈ പ്രശ്നം. കേരളത്തിൽ ഈ പറഞ്ഞ ചർച്ചകൾക്ക് വരുന്ന പൈസ രാജ്യദ്രോഹത്തിന് ഉപയോഗിക്കപ്പെടുന്നില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ പല ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വരുന്ന ചർച്ച പൈസ പല രൂപത്തിൽ അത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഈ നിയമം ഇപ്പോൾ ശക്തമാക്കിയിട്ടുള്ളത്. അത് ഏത് രാജ്യം ചെയ്യുന്നതേ ഉള്ളൂ. അതിപ്പോൾ നമുക്ക് കേരളത്തിന് വേണ്ടി ഒരു നിയമം അല്ലെങ്കിൽ ഉത്തർപ്രദേശിന് വേണ്ടി ഒരു നിയമം അങ്ങനെ പറ്റില്ലല്ലോ. ദേശസുരക്ഷ എല്ലാ സംസ്ഥാനങ്ങളും പ്രശ്നമല്ല. അതെ. അപ്പം ഈ ഒരു പ്രശ്നമായിരുന്നു. ഈ ഒരു ബാക്ക്ലോഗ് കിടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയക്കാർ നന്നായിട്ട് ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട കേസ് നോക്കുമ്പോൾ കേരളത്തിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ച് ജമാഅത്തെ ഇസ്ലാമി SDPI ആണ്. സത്യത്തിൽ കേരളത്തിൽ ശരിയായ യുദ്ധം നടക്കുന്ന SDPIയും ഇവാഞ്ചലിസ്റ്റുകളും തമ്മിലാണ്. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇവാഞ്ചലിസ്റ്റുകളും തമ്മിലാണ് കേരളത്തിൽ ശരിയായ മതയുദ്ധം നടക്കുന്നത്. ഓക്കെ, ഹിന്ദു മുസ്ലിം തമ്മിലൊന്നല്ല. ഇവരെമ്പിലാണ് നടക്കുന്നത്. പക്ഷെ ഇവർ ഈ വിഷയത്തിൽ ഒരുമിച്ചായിരുന്നു. അതുപോലെ പാർട്ടിയുടെ പ്രശ്നത്തിൽ ഇവർ ഒരുമിച്ചാണ്. അപ്പോൾ ഇവർക്ക് കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഇവർക്ക് രണ്ടുപേർക്കും രഹസ്യ അജണ്ടകളുണ്ട്. ഈ രഹസ്യ അജണ്ടകൾ സമ്മതിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഈ രണ്ട് കൂട്ടരിലും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ വിടുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളായപ്പം ഈ പറയുന്ന പേരിൽ ഹിന്ദുക്കളും പുറത്ത് ഉള്ളിൽ ക്രിസ്ത്യാനികളായി നടക്കുന്ന ആളുകളുണ്ട്. അവരുടെ എണ്ണം തുക ഇവാഞ്ചലിസ്റ്റുകളായിരിക്കും കൂടുതൽ. തമിഴ്നാട്ടിലൊക്കെ ഏതാണ്ട് അവർ കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണാതിരിക്കുന്നേ ഉള്ളൂ. വെറുതെ അല്ല ഒരു ദിവസം കൊണ്ട് ജോസഫ് വിജയ് ആയത്. അതങ്ങനെ പറയാൻ പറ്റുമോ? ജോസഫ് വിജയ് നിങ്ങൾ പുതിയ സെൻസസ് വരട്ടെ, നമുക്ക് കാണാം. അത് ശരി. ഞാൻ തമിഴ്നാട്ടിൽ പോയി സഞ്ചരിച്ചു നോക്കി അങ്ങ് മനസ്സിലാവും. ഏറ്റവും എളുപ്പം തമിഴ്നാട് സിനിമയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഇവാഞ്ചലിസ്റ്റുകളുടെ റെപ്രസെൻറ്റേഷൻ എത്ര കൂടുതലാണെന്ന് നോക്കിയാൽ മതി. നോക്കിയാൽ മതി. മുമ്പത്ര ഉണ്ടായിരുന്നില്ല. അത് ഒരു റിഫ്ലക്ഷനാണ്. നമുക്ക് പെട്ടെന്ന് ഡാറ്റ കിട്ടിയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന കലാരൂപങ്ങളിലേക്ക് നോക്കിയാൽ മതി. വിജയ് വെറുതെ അല്ല ജോസഫ് വിജയ്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ള വിഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് ഒരിക്കലും അടുപ്പിക്കാനും പറ്റില്ല. അങ്ങനെ അല്ലാത്ത സത്യസന്ധരായിട്ട് ഈ സ്വന്തം മതം അതിലെ വിശ്വാസവും കാര്യം മുന്നോട്ട് പോകുക, രാജ്യസ്നേഹികളായി നിൽക്കുന്ന, രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളായ ക്രിസ്ത്യാനികളാണെങ്കിലും അവരുടെ ഇടയിൽ പതുക്കെ മോഡിക്ക് സ്വാധീനം കൊടുക്കുന്നുണ്ട്. ഉദാഹരണം നോർത്ത് ഈസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. നോർത്ത് ഈസ്റ്റ് ഇവാഞ്ചലിസ്റ്റുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. പക്ഷേ അവരെ അങ്ങനെ പൂർണ്ണമായി ഇവാഞ്ചലിസത്തിന് കീഴടങ്ങിയിരിക്കുന്ന ആളുകളല്ല അവർ. അവിടെ ഇപ്പോൾ കിരൺ റിജുവിനെ പോലുള്ള ആളുകൾ അവിടെ നിന്നല്ലേ വരുന്നത്. അതെ. അപ്പോൾ കേരളത്തിലാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ചെറിയൊരു പങ്ക് അവർക്കുണ്ട്. വലിയ പങ്ക് മുതലേ ഹിന്ദു കൺസോൾട്ടേഷനാണ് സംഭവിച്ചത്. പക്ഷേ ചെറിയൊരു പങ്ക് അവർക്കുണ്ട്. അതെ, നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം ഉണ്ട്. അതുണ്ട്. അതേപോലെ തന്നെ പല മേഖലകളിലും ക്രിസ്ത്യാനികളും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ കൗണ്ടർ ചെയ്യുന്നതാണ്. ആവശ്യമില്ലാതെ പണിക്ക് പോയിട്ടല്ലേ, വിദേശം ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്കല്ലേ പ്രശ്നം, ആവശ്യമില്ലാതെ പണിക്ക് പോയിട്ടല്ലേ
എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. അതിന് കാരണം മോഡി അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. മോഡിയുടെ താല്പര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ താല്പര്യം മാത്രമാണ്. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യം എല്ലാവരുടെയും താല്പര്യമാണ്. അതുകൊണ്ടാണ് ഒരേ സമയം മോഡി ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് ഒരേ ബന്ധം കീപ്പ് ചെയ്യുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മുസ്ലിം വിരുദ്ധനായിരുന്നെങ്കിൽ അങ്ങനെ അവർ ചെയ്യില്ലല്ലോ. അല്ല, ഗൾഫ് രാജ്യങ്ങളുമായിട്ടാണ് ഏറ്റവും അടുത്ത ബന്ധം. ഇവിടെ ഈ മുസ്ലിങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ നിമിഷപ്രിയനെ രക്ഷപ്പെടാൻ വേണ്ടി AP ഉസ്താദ് ശ്രമിച്ചപ്പോൾ അങ്ങനെ കെടുത്തി കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അവിടെ പോയി പാര വെച്ചമാർ അവിടെയുള്ള ആളുകൾ. ഈ പാര വെക്കുന്ന ആൾ മോഡിക്കെതിരെ അവിടെയും വെക്കുന്നുണ്ടാവില്ലേ? നിരന്ന് ഏൽക്കുന്നില്ലല്ലോ. സൗദി അറേബ്യ അവിടുത്തെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയാണ് മോഡി ആദരിച്ചിരിക്കുന്നത്. അപ്പം മോഡി ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവർ നമ്മളെ പണ്ട് CPIക്കാർ പറയും, ഇവരവിടെ പോയിട്ട് ബ്രഷ്നേവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇന്ദിരാഗാന്ധിനെ കുറ്റം പറയും. ബ്രഷ്നേവ് തിരിച്ചു പറയും, അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമല്ലേ ഉള്ളത്, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതേപോലെ ഇവരവിടെ പോയിട്ട് മുസ്ലിംസിനെ അടിച്ചു കൊടുക്കുന്നു, അത് ഇതെന്നൊക്കെ പറയുമ്പോൾ അയാൾ തിരിച്ചു നിങ്ങൾ അതിൽ പോകണില്ലെന്ന് അവർ ചോദിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് അവരങ്ങനെ ബന്ധം സൂക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? അതെ. അപ്പം ഇത് ഇവിടെയുള്ള വിവരമുള്ള ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷനാണ് ഇപ്പം PM ശ്രീ ആയിട്ട് ബന്ധപ്പെട്ട് ലീഗിൽ തന്നെ ഒരു കൺഫ്യൂഷനുണ്ട്. ഓക്കെ. അപ്പോൾ ലീഗിൻ്റെ പിന്നെ ഈ പറയുന്നത് പോലെ ഉപസമിതിക്കോ ഒറ്റയടിക്ക് റദ്ദാക്കിയാൽ പോരെ, ഉപസമിതിക്ക് കിട്ടും. അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ ചിലതൊക്കെ പറയുന്നത് ലീഗിലൊരു കൺഫ്യൂഷൻ. ഇത് തീവ്ര വിഭാഗം അതിനെതിരും ഒരു ലിബറലായിട്ട് വിഭാഗം അതിന് അനുകൂലവും. അതിനൊക്കെ ഒരു മന്ത്രി പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ പഴയ മോഡി അല്ല ഇപ്പോഴത്തെ മോഡി എന്ന് പറഞ്ഞും കേട്ടു. അത് സത്യവും എന്നാൽ റിപ്പോർട്ട് ചെയ്ത് കണ്ടത്. ഓക്കെ. അപ്പം മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെ കാരണം ഇതിൻ്റെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് എൻ്റർപ്രൈസിങ് ആയിട്ട് വരുന്ന, വളരെ പെട്ടെന്ന് വളരുന്ന, നല്ല രീതിയിൽ വളരുന്ന കമ്മ്യൂണിറ്റിയാണ്. മോഡി കൊണ്ടുവന്ന പല പ്രൊജക്റ്റുകളും കേരളത്തിൽ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങളാണ്. ഇപ്പം പിന്നെ മുദ്രാ ലോണാണെങ്കിലും വന്ദേ ഭാരത് നിങ്ങൾ എടുത്തു വയ്ക്കാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് മുസ്ലിംസാണ്. വന്ദേ ഭാരത് അത്യാവശ്യം പൈസ കൂടുതലാണ്. സാധാരണക്കാരൻ അതിൽ ട്രാവൽ ചെയ്യാൻ കുറച്ച് പാടാണ്. മുസ്ലിംസിനെ അത്യാവശ്യം ഭാഷയുള്ള നിങ്ങൾ വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ തിരക്കാണ്. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. അപ്പം ഈ രാഷ്ട്രീയക്കാർ ഈ പറഞ്ഞു വെച്ചതിനപ്പുറത്ത് ആളുകൾക്ക് ഇതിനെ ഗുണം കിട്ടുമ്പോൾ ആളുകൾ ആലോചിക്കില്ല. അതെ. അപ്പം എനിക്ക് ഓർമ്മയായിരുന്നു നമ്മൾ ഈ എന്നൊക്കെ പണ്ട് ഭയങ്കര SFI ആയിരുന്ന സമയത്താണ് വാജ്പേയി ഭീം യോജന എന്ന് പറഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവന്നു. അപ്പോൾ അന്ന് അന്ന് നമ്മളെ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുന്ന സമയത്ത് എനിക്ക് കണ്ണിനെന്തോ ചെറിയൊരു വേദന ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അന്ന് മിനിമം 1000 രൂപയാവുന്ന 5 പൈസയും കൊടുക്കേണ്ടതല്ല. മുനീറിൻ്റെ ഹോസ്പിറ്റലുണ്ടല്ലോ കോഴിക്കോട്. ഓക്കെ. മന്ത്രി മുനീറിൻ്റെ ഹോസ്പിറ്റലുണ്ട്, മലബാർ കണ്ണാസുഖം എന്നതിൻ്റെ പേര്. അവിടെ കൊണ്ടുപോയപ്പോൾ ഈ കാർഡ് കാണിക്കുമ്പോൾ അതിൽ ഒരു കാര്യം അപ്പം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അന്ന് വാജ്പേയിനെ എതിർത്ത കൂട്ടത്തിലാണ്. പക്ഷേ അതിൻ്റെ ഗുണം നമുക്കൂടെ കിട്ടിയത്. ഇങ്ങനെ എല്ലാവരും ചിന്തിക്കില്ലേ? അതെ. ഇതിൻ്റെ ഗുണം കിട്ടുന്ന സമയത്തേ അപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ എത്ര ആളുകളെ സഹായിക്കും. സുരേഷ് ഗോപിയാണല്ലോ ഇവിടുത്തെ മോഡിയുടെ പ്രതിപുരുഷൻ. മോഡിയുടെ പ്രതിപുരുഷൻ എന്ന് വെച്ചാൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖരോ ഒന്നുമല്ല. മോഡിയുടെ പ്രതിപുരുഷൻ എന്ന് വെച്ചാൽ ഇവിടെ സുരേഷ് ഗോപിയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി ആളുകളെ എന്തൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്, അതൊന്നും ഈ പറയുന്ന ജാതിമതം നോക്കിയിട്ടല്ല അയാൾ ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെയാണ് പതുക്കെയാണ് മാറ്റം വരുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ആ ഒരു മാറ്റം BJP സംബന്ധിച്ചിടത്തോളം BJPക്ക് വോട്ടായി മാത്രമേ അത് അങ്ങനെ അവർക്ക് കോൺഫിഡൻസ് ഇല്ല. കരുത് മുസ്ലിം വോട്ട് കേരളത്തിൽ കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് അവർക്കില്ല. അത് കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് അവർ വർക്ക് ചെയ്യണ്ടേ, അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ അവർ ഫീൽഡ് ചെയ്യണ്ടേ. പിന്നെ അവരുടെ പിന്നെ പേരും പറഞ്ഞുകൊണ്ട് എക്സ് മുസ്ലിങ്ങളും മുസ്ലിം വിരുദ്ധരും അവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. അതവരാദ്യം ഇല്ലാതാക്കണ്ടേ. രാജീവ് വന്നതിന് ശേഷം കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും ഉണ്ട്. ഓക്കെ. അതെ. മുസ്ലിങ്ങളെ അപമാനപ്പെടുത്താനായിട്ട് മാത്രം ഓരോ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുക, അതിൽ ഇവന്മാരെ ആരെങ്കിലും വിളിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം പിന്നെ വോട്ടായി മാറില്ല. അതെ. പക്ഷേ വോട്ടായി മാറാൻ, അതാണ് ഞാൻ ചോദിച്ചു വന്നത്. ഇത് വോട്ടായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നേറ്റത്തിന് മുസ്ലിം വോട്ട് കൃത്യമായി പെട്ടിയിൽ വീഴുന്ന വോട്ടാണ്. ഇപ്പം നിങ്ങൾ പണ്ട് മുസ്ലിം പെണ്ണുങ്ങൾ വോട്ട് ചെയ്യാൻ പോയി. അപ്പോൾ സതീഷിൻ്റെ ഒക്കെ വിജയത്തിന് ഈ UDFിൻ്റെ ചെയ്ത് മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ്. രാത്രി 11 മണിയൊക്കെ സ്ത്രീകളൊക്കെ വോട്ട് ചെയ്തത്. അവർ ആത്മാർത്ഥത കൂടുതലാണ്. പിന്നെ മുസ്ലിംസിന് ഇവിടെ വിട്ടാൽ വേറെ രാജ്യത്ത് പോകാനില്ലെന്ന് അവർക്കറിയാം. ക്രിസ്ത്യൻസിന് ലോകത്ത് ഏത് രാജ്യത്തും പോകാം. മുസ്ലിംസിന് വേറെ എവിടെ പോകാൻ? അഫ്ഗാനിസ്ഥാനല്ലോ, പാകിസ്ഥാനല്ലേ, സൗദി അറേബ്യ, അവിടെയൊക്കെ പോയാൽ എന്താ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. കൊള്ളാവുന്ന രാജ്യമാണ് സൗദി. അവിടെ പോയാൽ ഈ പർദ്ദയിട്ട് നടക്കണ്ടേ ചൂടത്ത്. പിന്നെ ഈ പറഞ്ഞൊരു ഉട്ടോപ്പിയാണ്, യാഥാർത്ഥ്യം. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഈ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് കേവലം BJPയിലേക്ക് ന്യൂനപക്ഷങ്ങൾ അടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ ഒരു ഭീതിയുടെ മൂടുപടലം നിന്നത് മാറുകയും കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിൻ്റെയും കൂടെ ഒരു തുടക്കമായിരിക്കില്ലേ? ഇവിടെ പല രാഷ്ട്രീയക്കാരുടെ അന്നം മുടങ്ങും. പല രാഷ്ട്രീയക്കാരും ഇവിടെ BJP വിരോധത്തിനും മോഡി വിരോധത്തിൻ്റെ പുറത്ത് മാത്രം നിൽക്കുന്നവരുണ്ട്. നിൽക്കുന്നവരുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ മെറിറ്റ് നോക്കുകയാണെങ്കിൽ
അവരെ ഒന്നും സ്പേസ് ഇല്ലാതാവും അവിടെ. കാരണം പെർഫോം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് BJP, പെർഫോം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ് മോഡി. സ്വാഭാവികം ആളുകൾ ലോജിക്കലി വോട്ട് ചെയ്യുമ്പോൾ ആ രീതിയിലാണ് വോട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ കേരളത്തിലെ ഇപ്പം BJPൻ്റെ ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ പണ്ടത്തെ വലിയ രീതിയിൽ മുസ്ലിം വിരോധം പറഞ്ഞ ഓരോരുത്തരെ അവർ സൈലൻ്റായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഗിരിരാജ് സിംഗ് അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതുപോലെ മധ്യപ്രദേശിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂർ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. അവരാരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങളത് ചെയ്യാൻ. CPM പ്രമേയം പാസ്സാക്കുന്ന പോലെ ഞങ്ങൾ അത് ചെയ്യുന്നു പ്രമേയം പാസ്സാക്കിയിട്ടൊന്നുമില്ല. അവർ സൈലൻ്റ് ആയിട്ട് ഒതുക്കി കളഞ്ഞു. കാരണം ഈ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ മൈനോറിറ്റീസ് കൂടെ വേണം. ഇന്ത്യൻ മൈനോറിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണക്കാർക്ക്, രാഷ്ട്രീയക്കാർക്കെല്ലാം പോകുന്നത്, അവർക്ക് ഈ പറയുന്ന ദേശത്തോട് തന്നെയാണ് കൂടുതലുള്ളത്. രാഷ്ട്രീയക്കാരാണ് അവർ വഴിതെറ്റിക്കുന്നത്. അവർക്ക് കൂടുതൽ ദേശത്തോടൊന്നല്ല, അപ്പനെയാണ്. അവർക്ക് പൈസ ഇട്ടെന്ന് വെച്ചാൽ അവർ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്തോ ആവും, വേണമെങ്കിൽ രഹസ്യമായി BJP ആവും. അല്ല, എന്തായാലും ഇത് വലിയൊരു ഒരു 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 നല്ല BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നല്ല ചേഞ്ചിൻ്റെ, അല്ല രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ചേഞ്ചാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മുമ്പ് നിങ്ങൾ പറഞ്ഞില്ല, ഓഗസ്റ്റ് 15 പതാക ഉയർത്താത്ത പല ആളുകളും ഇപ്പം പതാക ഉയർത്തി തുടങ്ങി. ഭാരതം എന്ന് കേട്ട പുച്ഛിച്ചിരുന്ന ആളുകൾ ഇപ്പം ഭാരതം എന്ന്, ഞാനൊക്കെയാണ് ഇപ്പം ഇന്ത്യ എന്ന് പറയാറുള്ളൂ, ഭാരതം എന്ന് പറഞ്ഞു തുടങ്ങി. അത് മോഡിയുടെ വിജയമാണ്. അത് കമ്മ്യൂണലിസം അല്ലല്ലോ, ഈ നാടിൻ്റെ പാരമ്പര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പേരാണ്. ഇപ്പം ഇവിടുത്തെ മുസ്ലിങ്ങളായും ക്രിസ്ത്യാനികളാണെങ്കിൽ ആദ്യമായിട്ട് അവൻ ഭാരതീയനാണ്. അല്ലാണ്ട് നിങ്ങളാണ് അറബി ഓയ് ബ്രദർ എന്ന് പറഞ്ഞു പോയി അറബി പോയി ഹറാമി എന്ന് പറയും. അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പം നമ്മളൊന്നാമത്തെ ഐഡൻറ്റിറ്റി അതാണ്. രണ്ടാമത് നമ്മളെ ഭരണകൂടം ഇവിടെ ഇസ്ലാമിക വിശ്വാസത്തെ അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ വിശ്വാസത്തെ ഒന്നും എതിർക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ഇവിടെ ഈക്വൽ. അതിപ്പം ഈ ഭരണഘടന, ഈ അംബേദ്കർ ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷമാണ് ബഹുമാൻ പറയുന്നത്. അതിന് മുമ്പ് ഇവിടെ മുസ്ലിങ്ങളുണ്ടായിരുന്നില്ലേ, ക്രിസ്ത്യാനികളുണ്ടായി, ജൂതന്മാരുണ്ടായിരുന്നില്ലേ? ഇവരൊക്കെ ഇവിടുത്തെ രാജാക്കന്മാർ ഭയങ്കര, ഇവിടുത്തെ ഹിന്ദുക്കളെക്കാളും വലിയ സ്വീകാര്യതാണെന്നല്ല അവർക്ക് ഉണ്ടായിരുന്നത്. വല്ലെന്തിനും അംബേദ്കറിന് കൊണ്ടു കൊടുക്കുന്നത് അറിയാൻ മേലായിട്ട് ചോദിക്കുക. അംബേദ്കർ സത്യത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആളാണ്. നിങ്ങൾ ഈ കാണുന്നൊന്നുമല്ല. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ പിന്നെ ബ്രിട്ടീഷുകാരെ പല പോളിസികളും സപ്പോർട്ട് ചെയ്ത ആളാണ് അദ്ദേഹം. ഇവിടെ സ്വതന്ത്ര ഇലക്ട്രേറ്റ് വേണമെന്ന് പറഞ്ഞ ആളുകളാണ് ഈ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട്, ദളിത് വിഭാഗത്തിന്. ആ ജനവിഭാഗം പിന്നോക്കമായിരുന്നു എന്നുള്ളത് കൊണ്ടാണത്. പക്ഷേ അത് അദ്ദേഹം ഈ സത്യത്തിൽ ജിന്ന ഒന്നും ഈ പറഞ്ഞതിൻ്റെ മാതിരി വിഭജനവാദം ഓപ്പണായി പറഞ്ഞു എന്നുള്ള ഇദ്ദേഹം ഓപ്പണായി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ മൊത്തം അതിന് അതേ ഫീൽ ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ ഹരിജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ആ പ്രശ്നങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എന്ന് തീർക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം ഗാന്ധി ഏറ്റവും വലിയ ശത്രുവായി കണ്ടിട്ടുള്ള ആളാണ്. അവസാനം കോൺഗ്രസ് അദ്ദേഹത്തിന് ആ പദവി കൊടുത്തതാണ്. കാരണം അദ്ദേഹം ഇവരുടെ ദളിത് വിഭാഗത്തിന് നേതാവായി വന്ന സമയത്ത് വേറെ മണ്ഡലമായിരുന്നു. മണ്ഡൽ പാകിസ്ഥാനിൽ പോയി മുസ്ലിം ലീഗിനെ വിശ്വസിച്ച്, പിന്നെ തിരിച്ചു വന്നു ഈ കിൽക്കത്തിൽ എന്ന സെന്റിനെ പോലെ. അപ്പോൾ അദ്ദേഹത്തെ പദവി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അംബേദ്കർ ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്ന ഇന്ത്യ സെക്യുലറിസം ഉണ്ട്. അതുകൊണ്ടാണല്ലോ മുസ്ലിംസ് ഉണ്ടായതും മുസ്ലിംസിന് ഒരു രാജ്യം മേടിച്ച് പോകാൻ പറ്റിയതും. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ രാജ്യം മേടിച്ച് പോകാൻ പറ്റുമോ? നല്ലൊരു അപ്പോൾ അത് നമ്മുടെ ബേസിക് നാച്ചുറാണ് സെക്യുലറിസം. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ നമ്മുടെ ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മളെ കണ്ണിൽപ്പെടാതെ മറച്ചു വെക്കുകയായിരുന്നു. പിന്നെ RSS BJPയുടെ ബാബറി മസ്ജിദ് പ്രശ്നം തീരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അവരൊരു പോളിസി ചെയ്താണ് ആ രീതിയിലായിരുന്നു. അപ്പം അതൊക്കെ മാറേണ്ട സമയമായി. അല്ലെങ്കിൽ പിള്ളേർ മാറ്റും. അല്ല, ഇതിപ്പോൾ മാറേണ്ട, എനിക്ക് തോന്നുന്നു വേഗത്തിൽ മാറ്റത്തിന് വിധേയമാകുന്നൊരു പാർട്ടിയും അതാണെന്ന് തോന്നുന്നു. നല്ല മാറ്റത്തിന് BJP ആണ്. അവർ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ പാറ്റ സമരം, അത് വേറെ ആരാണ് പിള്ളേരൊക്കെ ഭീകരമായി ലാത്തിച്ചാർജ് ചെയ്തൊരു വഴിക്കാക്കിയിട്ട്, അതായത് കോൺഗ്രസിനൊക്കെ പറ്റിയത്. CPM പിണറായി വിജയനാണ് പ്രധാനമന്ത്രി ആലോചിച്ചു, പിള്ളേരെ മൊത്തം ദേശത്തിന് ദേശദ്രോഹികളായി മാറ്റിയായിരുന്നു. ഇതിപ്പോൾ എന്ന് വെച്ചാൽ പിള്ളേരുടെ ബേസിക് പ്രശ്നം, പാഷാമാരുടെ പ്രശ്നം ഒരു റിയൽ ഇഷ്യൂ ആണ്. അത് ഉയർത്തിക്കൊണ്ടുവന്ന SUC ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എന്നുള്ള പ്രശ്നമായിരുന്നു. പക്ഷെ അങ്ങനെ ആശായുടെ പ്രശ്നം പോലും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് അന്ന് പ്രതികരണം വന്നത്. ഇവിടെ BJPയുടെ പ്രതികരണം എന്ന് വെച്ചാൽ ആ പ്രശ്നം ഒരു ഇഷ്യൂ ആണ്, അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിൽ രാജ്യദ്രോഹ ശക്തികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും അവരത് അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ്. ഇതിന് മോഡി പിന്നെ ഈ പിള്ളേരോടൊക്കെ തന്നെ ക്ഷമിച്ചു എന്ന് പറയുകയും ചെയ്തു. അത് പറഞ്ഞ ആ രീതിയിൽ മാറ്റം അവർ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ അവർ ചെയ്യാത്ത കാര്യം വെച്ചാൽ മുസ്ലിംസിനെയും ഒന്നും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി MLA-മാരൊന്നുമില്ല. അവരെ സപ്പോർട്ട് ചെയ്യാതെ പിന്നെ വെറുതെ ഹിന്ദുക്കളെ ചെലവ് പിടിച്ച് MLA-മാരാക്കണം. മാത്രമല്ല ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ BJP കാൻഡിഡേറ്റായി മുസ്ലിംസ് ആരും മത്സരിച്ചാൽ അവർ വോട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവർ ഇത്രയും കാലം നമുക്ക് ഇവർ വോട്ട് ചെയ്യുന്നില്ലല്ലോ. മുസ്ലിംസ് അല്ലേ മുസ്ലിംസിനെ അവിടെ എത്തിക്കേണ്ടത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി പെടുന്ന ആരും എന്ത് ചെയ്യുന്നില്ല, വോട്ട് ചെയ്യുന്നില്ല. പിന്നെ അവർക്ക് എന്തിനാണ് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്? അപ്പോൾ നിങ്ങൾ കുര്യന് കൊടുത്ത എങ്ങനെയാണെന്ന് കിരൺ റിജിജുനൊക്കെ അവരുടെ കമ്മ്യൂണിറ്റി അവർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ അത് കാണിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും കാര്യമായ ഡിസ്ക്രിമിനേഷൻ, അതിനുശേഷം IAS IPS എക്സാമിനേഷൻ എല്ലാം തന്നെ ഇഷ്ടംപോലെ മുസ്ലിങ്ങൾ കയറിയില്ലേ, നീറ്റ് കയറിയില്ലേ. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ എവിടെയില്ല.
രാഷ്ട്രീയമായിട്ട് വെച്ചാൽ ഓരോരോ വോട്ട് ബാങ്ക് ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദേഴ്സ് നോ മുസ്ലിം വോട്ട് ബാങ്ക് ഫോർ BJP. അപ്പോൾ നിങ്ങൾ രണ്ടാളെ ജയിപ്പിച്ചു കൊടുത്തു നോക്കുക, അപ്പോൾ അവർ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരും. അല്ല, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ഈ BJP വിരോധത്തിൽ അല്ലെങ്കിൽ BJP വിരോധം പ്രചരിപ്പിച്ച് മാത്രം നിലനിൽക്കുന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്ന് പറഞ്ഞു. ആ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു അവരുടെ നിലനിൽപ്പ് വലിയ പ്രശ്നത്തിലാണ്. കാരണം വെച്ചാൽ അവരിപ്പോൾ മുസ്ലിം വോട്ട് ബാങ്കിനെയാണ് കേന്ദ്രീകരിക്കുന്നത്. തീയന്മാരൊക്കെ പോയി തുടങ്ങി. അപ്പം മുസ്ലിം വോട്ട് ബാങ്ക് ഈ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്ന കുറേ ദിവസം വന്ദേഭാരതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും മുദ്രാ ലോണൊക്കെ കിട്ടി രക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ സുരേഷ് ഗോപിനെ പോലെയുള്ള MP മാരൊക്കെ വരുമ്പോൾ ചിത്രമാവും. ഓക്കെ. അപ്പോൾ അവരുടെ ആഫീസ് കൂട്ടും. അല്ല, നിങ്ങളുടെ കഴിവുകളെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലകളുടെ ഒരു ബാധനം എടുത്തുകൊണ്ടെന്ന് മറ്റേ ഇന്നലകൾ ഇന്നും നിലനിൽക്കുന്നതെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ വിചാരധാരയെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അതങ്ങനെയാണ് നിങ്ങളെ പുസ്തകത്തിൽ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ കൂടി ഇന്ന് ചർച്ച ചെയ്യാം. അതെ അതെ. അല്ല, അത് ഒരു ഭയങ്കര പോയിൻ്റാണത്. ഇത് പലരും ചൂണ്ടിക്കാണിക്കുമ്പോഴും കൃത്യമായൊരു ഉത്തരം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റാറില്ല പലപ്പോഴും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ. എന്തായാലും ഈ പറഞ്ഞ ഒരു സംഭവം, ഈ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പ് വലിയ രീതിയിൽ പ്രശ്നത്തിലാകുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ഉഡായിപ്പ് കൊണ്ട് രക്ഷപ്പെടാൻ നടക്കുകയല്ല. അത് നടക്കുകയായിരുന്നു സോവിയറ്റ് റഷ്യ നിലനിൽക്കുന്ന സമയത്ത്, ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമായ സമയത്ത്. ഇതൊന്നും അങ്ങനെയല്ല. അല്ലെങ്കിൽ നിങ്ങളെ നേതാക്കന്മാർ ശുദ്ധിയുള്ള ആളുകളായിരുന്ന സമയത്ത് ഇപ്പോൾ അതൊന്നുമില്ല നിങ്ങൾക്ക്. കറക്റ്റ്. അപ്പം നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അല്ലാതെ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു പരിധി കഴിയുമ്പോൾ നാട്ടുകാർക്ക് അവരെ പറ്റിക്കാൻ, പിന്നെ അവർ നിങ്ങളെ പോകാലോട്ട് ചവിട്ടി തോന്നി. അല്ല, ഇപ്പോൾ തന്നെ അവരെ ജനങ്ങൾ വിശ്വസിക്കാൻ. അപ്പോൾ ഇപ്പോൾ ദേശീയ തലത്തിൽ നിങ്ങളിപ്പോൾ BJP ആണ് ശത്രു, ദേശീയ തലത്തിൽ BJP വിരുദ്ധ നിലപാടെടുക്കുന്നത് കോൺഗ്രസ് അല്ലേ, രാഹുൽ ഗാന്ധി അല്ലേ? ഒരേ ഒരു ഫൈറ്റർ രാഹുൽ ഗാന്ധി അല്ലേ? പിന്നെ ഇതിനെ നിങ്ങളവിടെ വെക്കുന്നു, നിങ്ങൾക്ക് അവിടെ എന്താ? അല്ല, ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇടതുപക്ഷം ചെയ്യേണ്ടത് ഒരു അഗ്നിശുദ്ധി വരുത്തി ജനങ്ങളുടെ വിശ്വാസം വീണ്ടും ആർജിക്കുക എന്നുള്ളത്. സതീശൻ കളഞ്ഞു വിളിച്ചാലേ നടക്കുള്ളൂ. സതീശൻ കളഞ്ഞു വിളിക്കുകയും BJP-ക്കാർ തമ്മിലടിച്ച് അനുകൂലമായി തീരുകയും ചെയ്താൽ മാത്രമേ ഇവർക്ക് ഒരു പൊളിറ്റിക്സ് ഇനി മുന്നോട്ട് വെക്കാനില്ല. കാരണം ഇപ്പോൾ അത്രയ്ക്ക് വെറുത്തുപോയി ജനങ്ങൾ. ഈ സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കാനില്ല എന്ന്. BJP വിടുതാണ് പൊളിറ്റിക്സ് എങ്കിൽ അതിന് ദേശീയ തലത്തെ പറ്റി ഓൾറെഡി കോൺഗ്രസ് മാത്രമാണ്. അതെ. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രസക്തി? കറക്റ്റ്. അപ്പം മുമ്പ് പ്രസക്തി ഞങ്ങളെ നേതാക്കന്മാരൊക്കെ നല്ല പൗരന്മാർക്ക് ആളുകളെ ഇപ്പം അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ശരിയാണ്. എന്തായാലും നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ പ്രഭാവം അത് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തെ എതിർക്കുന്നുവെങ്കിൽ പരോക്ഷമായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള മാറ്റം അത് നാടിന് ഗുണം ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു വശം. ഒരു പുകമുറ സൃഷ്ടിച്ച് രാഷ്ട്രീയമായ പകപോക്കലുകൾ നടത്തി പിടിച്ചു നിൽക്കുന്ന കുറേയേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പക്ഷേ ഇത് ആശങ്ക നൽകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം രാജ്യത്തിൻ്റെ പുരോഗതിയും ഉന്നതിയും ലക്ഷ്യമിട്ട് അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു നേതാവാണ് എന്ന് ലോകത്തിന് ഇന്ന് ബോധ്യമായിട്ടുണ്ട്. ആ ബോധ്യമാണ് അദ്ദേഹത്തോടുള്ള ഇഷ്ടത്തിലേക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ന്യൂനപക്ഷങ്ങളും അദ്ദേഹത്തെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാണ് എല്ലാ നിരീക്ഷകരും, ഫക്രുദ്ദീൻ അലി ഉൾപ്പെടെയുള്ള നിരീക്ഷകർ ഊന്നിപ്പറയുന്നത്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.